എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 12 വ്യാഴാഴ്ച. ദേശീയ വ്യാപകമായി പണിമുടക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് പല മാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിൽ പണിമുടക്ക ദിവസവും അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മളെ പോർഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ളത് പല ടീച്ചേഴ്സിനും അറിയാത്ത സാഹചര്യങ്ങളുണ്ട്. അത് കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ സെഷൻ ചെയ്യുന്നത്. പണിമുടക്ക ദിവസം പണിമുടക്കുന്ന അനുകൂലികൾ ഒരുപാടുണ്ട്, പണിമുടക്കാത്ത ആളുകളും ഒരുപാടുണ്ടാവാം. എന്തൊക്കെയാണെങ്കിലും അങ്കണവാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു നിർദ്ദേശം, ഒരു ഓർഡർ തന്നെ നമുക്ക് മുൻപ് ഇറങ്ങിയിട്ടുള്ളതാണ്. 11/5/2011 ഇറങ്ങിയിട്ടുള്ള ഓർഡറാണ്. കൃത്യമായി പുതുതായി വന്നിട്ടുള്ള ടീച്ചർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ അതുകൂടെ മനസ്സിലാക്കുക. ആ ഉത്തരവ് പ്രകാരം ഇങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പരാമർശത്തിലെ സാമൂഹ്യക്ഷേമ ഡയറക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച് അംഗൻവാടി പ്രവൃത്തി ദിവസങ്ങളിൽ അംഗൻവാടി ജീവനക്കാർ സമരത്തിൻ്റെയും പണിമുടക്കിൻ്റെയും ഭാഗമായി അംഗൻവാടി പ്രവർത്തനത്തിന് തടസ്സം നേരിടത്തക്കവണ്ണം അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരിക്കുന്ന ദിവസത്തെ ഓണറേറിയത്തിൽ കുറവ് വരുത്തുന്നതാണെന്ന് നിഷ്കർഷിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു എന്നുള്ള ഈ ഒരു ഉത്തരവ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയുന്നത്. എന്നിരുന്നാലും പുതുതായി വന്നിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ശ്രദ്ധയിലേക്ക് കൂടിയിട്ടാണ് ഈ ഉത്തരവിൻ്റെ പകർപ്പ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരു പണിമുടക്ക ദിവസമാണെങ്കിൽ, ഹർത്താലൊക്കെ തന്നെയാണെങ്കിലും അങ്കണവാടികളിലെ സേവനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവരുത് എന്നുള്ളത് കൂടെ ഇത്തരത്തിൽ ഓർഡറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ സമരത്തിന് അനുകൂലിക്കുന്നവരുണ്ടാവാം, അനുകൂലിക്കാത്തവരുണ്ടാവാം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത്തരത്തിലൊരു സമരം അല്ലെങ്കിൽ പണിമുടക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത്തരത്തിൽ ഓർഡറേറിയത്തിൽ നിന്നും നമ്മളുടെ ആ ദിവസത്തെ വേതനം കുറയുമെന്നുള്ളതാണ് ഈ ഉത്തരവ് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണെങ്കിലും സമരത്തിന് അനുകൂലിക്കുന്നവരാണെങ്കിലും പോർഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സാധാരണ പോലെ തന്നെ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൺഡേ മാത്രമാണ് നമുക്കവിടെ ചുവന്ന നിറത്തിൽ ക്ലോസ് എന്ന ബട്ടൺ കാണുകയുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾക്കത് കൃത്യമായി ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ അവിടെ തെളിഞ്ഞു വരും. നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ അംഗൻവാടി തുറക്കുന്നില്ല, സമരത്തിന് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് അംഗൻവാടി തുറന്നു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടായിട്ട് വരിക. അതിനുശേഷം മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ അംഗൻവാടി തുറക്കാത്ത ടീച്ചേഴ്സ് ആണെങ്കിലും പോർഷൻ ട്രാക്കർ അവിടെ തുറന്നിട്ടില്ല എന്ന് ക്ലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും അവിടെ നിങ്ങൾക്ക് മറ്റുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അംഗനവാടി തുറന്നാലും തുറന്നില്ലെങ്കിലും പോർഷൻ ട്രാക്കറിലെ ഓപ്പൺ ക്ലോസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റു പോർഷൻ ട്രാക്കറിലെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ആദ്യത്തെ CB നടന്നത് രേഖപ്പെടുത്താൻ വിട്ടുപോയവർക്ക് CB രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അതേപോലെ മെഷറിംഗ് എഫിഷ്യൻസി നിങ്ങൾ എടുത്തു വെച്ചത് പോർഷൻ ട്രാക്കറിലേക്ക് ഇന്നും നിങ്ങൾക്കത് രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വാക്സിനേഷൻ വിവരങ്ങൾ, പുതിയ രജിസ്ട്രേഷനുകൾ, അതേപോലെ കുട്ടികളുടെ ഗ്രോത്ത് മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്നും പോർഷൻ ട്രാക്കറിലേക്ക് മുടക്കം കൂടാതെ രേഖപ്പെടുത്തും. കാരണം പോർഷൻ ട്രാക്കറിന് പണിമുടക്കൊന്നും ബാധകമല്ല. പോർഷൻ ട്രാക്കർ 10 മണി വരെയും, അതായത് വൈകുന്നേരം രാത്രി 10 മണി വരെയും നിങ്ങൾക്ക് പോർഷൻ ട്രാക്കറിലെ പ്രവർത്തനങ്ങൾ ഒരു തടസ്സം കൂടാതെ തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്കറിയാം പോർഷൻ ട്രാക്കറിനകത്ത് നിലവിൽ നമ്മൾ FRSുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ പോകുന്നത്. 100% ഈ ഗുണഭോക്താക്കളുടെ ഫേസ് വെരിഫിക്കേഷനും KYCയും പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ ഇത്തരത്തിൽ കിട്ടുന്ന ഗുണഭോക്താക്കളെ, പ്രത്യേകിച്ച് ഈ പണിമുടക്ക ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണഭോക്താക്കളെ നമുക്കിന്ന് ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരായിക്കോട്ടെ, ഈ ദിവസം നമുക്ക് അവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുന്ന സാഹചര്യം കൂടെ ഉണ്ട് എന്നുള്ളത് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പരമാവധി ഗുണഭോക്താക്കളെ ഇതിൻ്റെ ഒക്കെ ഭാഗമാക്കി FRSും KYCയും പെൻഡിങ് ഉള്ളവരെയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പ്രകാരം ഇതാരെയും നിർബന്ധിച്ച് ചെയ്യുന്ന പ്രവർത്തനമല്ല. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് പോർഷൻ ട്രാക്കറിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അത് അവനവൻ്റെ വ്യക്തി താല്പര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ പണിമുടക്ക ദിവസം പോർഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിട്ട് ഒരുപാട് ടീച്ചേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലേക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സെഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളോടൊരു ടീച്ചർ ചോദിച്ചത്, ഇന്ന് പോർഷൻ
ട്രാക്കറിൽ ക്ലോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ഓണറേറിയം തുക കട്ടാകുമോ എന്നുള്ളതാണ് ടീച്ചേഴ്സ് ചോദിച്ചത്. നിലവിൽ അത്തരത്തിലൊരു സാഹചര്യം വന്നിട്ടില്ല. അതായത് പോർഷൻ ട്രാക്കറും നിങ്ങൾ അറ്റൻഡൻസുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. പക്ഷേ നിങ്ങൾ അംഗനവാടിയിൽ എത്തിയിട്ടില്ല, അവിടെ ഹാജർ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ ഓണറേറിയം നഷ്ടപ്പെടും. പക്ഷേ പോർഷൻ ട്രാക്കറിനകത്ത് നിങ്ങൾ ക്ലോസ് എന്ന് അറിയാതെ കൊടുത്തു പോയി കഴിഞ്ഞാലും അന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഓണറേറിയം കട്ടാവുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി പോർഷൻ ട്രാക്കറിൽ പെൻഡിംഗ് ഉള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഉടനീളം മനസ്സിലാക്കാനും അതെല്ലാം ചെയ്ത് പൂർത്തിയാക്കാനും കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് കൂടെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. അതേപോലെ തന്നെ പോർഷൻ ട്രാക്കറിനകത്ത് നമ്മൾ നിലവിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ലാഗിങ് ആയിക്കോട്ടെ, FRC ചെയ്യുന്ന സമയം ഫോട്ടോ കൃത്യമായി പകർത്താൻ പറ്റാത്ത സാഹചര്യം, പുറകിലോട്ട് പോകുന്ന സാഹചര്യം, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇതിനെ പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും നല്ല രീതിയിലുള്ള ഫോണൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി പോർഷൻ ട്രാക്കറിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. പല ടീച്ചേഴ്സിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളാണ് നേരിടുന്നത്. എല്ലാം തന്നെ പോർഷൻ ട്രാക്കറിൽ നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പുതിയ പുതിയ അപ്ഡേഷനുകളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് യഥാസമയം തന്നെ പുതിയ അപ്ഡേഷനിലേക്ക് പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങൾ അങ്കണവാടി തുറക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പോർഷൻ ട്രാക്കറിൽ ഓപ്പൺ എന്ന ബട്ടൺ നിങ്ങൾ കൊടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇന്ന് അങ്കണവാടി തുറക്കാത്ത സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ ഓപ്പൺ എന്ന് പോർഷൻ ട്രാക്കറിലേക്ക് കൊടുക്കാൻ സാധിക്കില്ല. പകരം ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും മറ്റ് പെൻഡിങ്ങുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്ന സാഹചര്യം നിലവിൽ പോർഷൻ ട്രാക്കറിനകത്തുണ്ട് എന്നുള്ളത് കൂടെ തിരിച്ചറിയുക. താങ്ക്